എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. നമ്മൾ എടുക്കാനിരിക്കുന്നത് ഒരു 6 ദിവസത്തേക്കുള്ള ഒരു ടീച്ചിങ് ആണ്. ഒന്നാമത്തെ ദിവസത്തെ നമുക്കിന്ന് ആരംഭിക്കാം. മത്തായിയുടെ സുവിശേഷം 8:23. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. യേശു പടകിൽ കയറിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. അനുഗമിക്കുക, ടു ഫോളോ ജീസസ്. ഹല്ലേലൂയ. ദൈവത്തെ അനുഗമിക്കുക, ദൈവത്തെ ഫോളോ ചെയ്യുക. ആമേൻ. ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഒരു പ്രത്യേക ക്വാളിറ്റീസ് ഉണ്ട്. വേണ്ടിയ എന്തെല്ലാം ഉള്ള ക്വാളിറ്റീസ് ആണെന്ന് നമുക്ക് ഇന്നു മുതൽ ഒരു 6 ദിവസത്തേക്ക് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ആദ്യത്തെ ക്വാളിറ്റി വേണ്ടിയത് യേശുവിനെ സ്നേഹിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. ആവർത്തന പുസ്തകം 6:5 വ്യക്തമായി പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും ദൈവത്തെ അനുഗമിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം. പക്ഷേ നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നവരുണ്ട്, ജനത്തെ. പക്ഷേ അവരെ ഇമിറ്റേറ്റ് ചെയ്യാനോ അനുഗമിക്കാനോ പറ്റാത്ത രീതികളാണ്. കാരണം ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്ത് തെറ്റിനകത്തും ഏർപ്പെടാം, എങ്ങനെ വേണമെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നടക്കാം, വീണുപോയേക്കാം. പക്ഷേ യേശു അങ്ങനല്ല. യേശുവിനെ അനുഗമിക്കുന്നവർ യേശുവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവിൻ. പൂർണ്ണ മനസ്സ്. നമ്മുടെ മനസ്സിനെ പലയിടത്ത് കൊണ്ടുപോകാം. ഇവിടെ ഇരിക്കുന്നെങ്കിലും നിങ്ങളിത് കേൾക്കുന്നെങ്കിലും നിങ്ങളുടെ മനസ്സ് പലയിടത്തും ഓടിപ്പോയേക്കാം. പക്ഷേ മനസ്സിനെ ദൈവത്തെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തിൻ്റെ വഴിവിട്ട് നീങ്ങിപ്പോകാറില്ല. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ കഴിയുവാൻ മനഃപൂർവ്വമായി ശ്രമിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, മനസ്സും കൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ നീതിക്കകത്ത് നിൽക്കുവാൻ ശ്രമിക്കും. ആമേൻ. നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ വചനത്താൽ ബലപ്പെടുത്തി ഒരുക്കിയെടുക്കും. നമ്മുടെ മനസ്സിനെ ഒരുക്കിയെടുത്ത് ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്തോത്രം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവാൻ, പൂർണ്ണ ശക്തിയോടെ സ്തോത്രം സ്നേഹിക്കുവാൻ, പരിപൂർണമായും ദൈവത്തെ പൂർണ്ണ ബലത്തോടെ സ്നേഹിക്കുവാൻ നമ്മളിടയായിത്തീരണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് സ്തോത്രം ദൈവത്തിൻ്റെ ഒരു ഡിസൈപ്പിളായി തീരുവാൻ, ദൈവത്തിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ ഇടയായിത്തീരും. ദൈവത്തെ സ്നേഹിക്കാത്തവർ വേദപുസ്തകം വായിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, സ്തോത്രം എങ്ങനെങ്കിലും കാര്യസാധ്യകൾ നടക്കണം. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഓടി വരും. തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവമേ ദൈവമേ എന്ന് വിളിക്കും, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയും ചെയ്യുന്നു. കർത്താവേ എന്ന് വിളിക്കുകയും ചെയ്യുക, പക്ഷേ ഹൃദയം വേറെയാ, മനസ്സ് വേറെ മാറി നിൽക്കുക. ഇന്ന് തിരുവചനം പറയുന്നു, നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുകയും. ഹല്ലേലൂയ. ഒന്നാമത്തെ ക്വാളിറ്റി ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ഒന്നാമത്തെ
ആദ്യത്തെ ക്വാളിറ്റി. പൂർണ്ണമായിട്ടും ദൈവത്തെ സ്നേഹിക്കുവാൻ ഞാനും നിങ്ങളും ആമേൻ മനസ്സൊരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും പൂർണ്ണമായും എല്ലാത്തിനേക്കാൾ ആദ്യമായും ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറട്ടെ. അവർ ദൈവത്തിൻ്റെ ശിഷ്യന്മാരായി, ഗോഡ്സ് ഡിസൈപ്പിൾസായി മാറട്ടെ. പച്ച ആദ്യത്തെ ക്വാളിറ്റി ഉള്ളവരായി മാറട്ടപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.